മലപ്പുറം പാണക്കാട് കുന്നിടിഞ്ഞുണ്ടായ അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലേക്ക് ഇങ്ങനെ തുടരെ മണ്ണിടിയുകയാണ്. ഇപ്പോഴും ആ ഭീഷണി നിലനിൽക്കുകയാണ്. ഒരല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വിഷ്വൽസ് അല്പസമയം മുമ്പാണ് ഉണ്ടായത്. ഞങ്ങളുടെ ക്യാമറാമാനും റിപ്പോർട്ടറും അടക്കം മാധ്യമപ്രവർത്തകരും ഒരുപാട് നാട്ടുകാരുമൊക്കെ ഉണ്ടായി അവിടെ മണ്ണിടിയുകയാണ് എന്ന് കണ്ട് അങ്ങോട്ട് വന്ന് അത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഇത്ര വലിയ ഭീഷണമായ ഒരു മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായത്. ആളുകൾ ഓടി മാറിയതിനാലാണ് വൻ ദുരന്തം അവിടെ വഴിമാറിയത്. വാഹനങ്ങൾക്കുൾപ്പെടെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് അവിടെ മണ്ണെടുപ്പ് നടന്നത് എന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ അവിടേക്ക് സ്ഥലത്തെത്തിയിരുന്നു. അവർ നേരത്തെ പറഞ്ഞു. ഇത് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ട്, ശരിയാണ്. ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ അറിയില്ല. ഇവർ ജിയോളജിയിൽ നിന്നാണ് കല്ലെടുക്കാനുള്ള പെർമിഷൻ എടുക്കുന്നത്. പെർമിഷനൊക്കെ കിട്ടിയിട്ടാണോ നഗരസഭ അനുമതി കൊടുക്കുന്നത്? അറിയില്ല, ഇവർ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടില്ലല്ലോ. മിനിസ്റ്റർ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കാര്യം. അദ്ദേഹം അപ്പം തന്നെ കളക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ അടുത്ത് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് നടപടിയാണ് എടുക്കാൻ പറ്റുക അതെല്ലാം എടുക്കാം. ഈ മഴക്കാലത്ത് എന്തായാലും ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. ജിയോളജിയിൽ നിന്ന് അവർ പെർമിഷൻ എടുത്ത് കാണണമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണമാണ് നടക്കുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന് രക്ഷാപ്രവർത്തകരും പറയുന്നുണ്ട്. പിന്നെ അപ്പുറത്തൊരു ഹെൽത്ത് സെന്ററിന്റെ സ്ഥലമുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തൊരു പെട്രോൾ പമ്പാണ് പറഞ്ഞത്. അവിടെയൊക്കെ സ്ഥിതി തന്നെയാണ്. മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഇനി എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഈ മല ഒന്നായിട്ട് ഇടിഞ്ഞു പോരാനുള്ള ഇതിലാണ്. ഒന്നാമത്തെ ഈ മണ്ണിന്റെ ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണൽ മരത്ത മണ്ണാണ് ഇവിടെ ഉള്ളത്. അത് പിടുത്തല്ലാതെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പടെ അതേമാതിരി ഇങ്ങോട്ട് പോരും. അത് അങ്ങനെ തന്നെ ആവും. പക്ഷെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അവർ അതിന്റെ അപ്പുറത്ത് പോയാണ്ട് വാങ്ങിയിട്ട് വരും. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഇതിപ്പോൾ വരുത്തി വെച്ചൊരു അപകടമാണ് ഇതെല്ലാം. ഇത് എല്ലാവർക്കും മനസ്സിലാവും. തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ് ഇവിടെ ഉള്ളത്. ഈ മണ്ണിലാണ് 3 സ്ഥലത്ത് ഇതൊറ്റ ഭൂമിയാണ്. 13ഓളം ഏക്കർ വരുന്നൊരു ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഇവരിങ്ങനെ മണ്ണെടുക്കാൻ ആരെ കൊടുത്ത്? ഇപ്പൊ നേരത്തെ പറഞ്ഞു, മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു. എന്താ പറഞ്ഞു? ഇവിടെ ജിയോളജി അറിഞ്ഞില്ല. അപ്പൊ ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഓഫീസിനകത്തിരിക്കണോ? ഈ തൊട്ടുപുറകിൽ 38ാം വാർഡ് ചെയർപേഴ്സൺ അറിഞ്ഞിട്ടില്ലാന്നോ? ആരെയെ പറ്റിക്കുന്നത്? വിവരങ്ങളുമായി അവിടെ നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് നമ്മോടൊപ്പം ചേരുന്നു. ശാന്തകുമാർ, ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നഗരസഭ എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു എന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അവിടെ കണ്ടത്? അതായത് ഞങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഞങ്ങളും പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് ഇടിഞ്ഞ് ഇത്രയും വലിയ ഒരു ശക്തിയോടുകൂടി ഇങ്ങോട്ട് വരുന്ന ഒരു തെങ്ങ്, ഒന്നോ രണ്ടോ തെങ്ങുകൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വലിയൊരു ഭൂപ്രദേശമാകെ ഇങ്ങ് വരുന്ന പോലെ വരികയാണ്. ഞങ്ങൾക്കത് കാണാം. അവിടെ നേരത്തെ ശാന്തകുമാർ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? നേരത്തെയും ചെറിയ മട്ടിൽ മണ്ണിടിയുന്നത് കൊണ്ടാണോ നമ്മൾ റിപ്പോർട്ടർമാരടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോയത്? ഇനിയും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാനുള്ള ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണോ തോന്നുന്നത്? സനീഷെ, മലപ്പുറത്തുനിന്നും പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന ഒരു സംസ്ഥാന പാതയാണ്, പ്രധാനപ്പെട്ട പാതയാണ് ഈ പാത. അത് പാണക്കാടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാണക്കാടിൽ തന്നെയുള്ള ഒരു മലയാണ്. ആ മലയുടെ ഒരു വശം കടലുണ്ടി പുഴയാണ്. അതിന് നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത്, സംസ്ഥാന പാത പോകുന്നത്. ഈ സംസ്ഥാന പാതയ്ക്കരികിലാണ് നേരത്തെ ഒരു 4 മാസം മുമ്പ് തന്നെ അവിടെ മണ്ണ് എടുത്തു തുടങ്ങിയിരുന്നു. അനധികൃതമായി മണ്ണ് അവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഈ മല എന്ന് തുറന്നുകൊണ്ട് അവിടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുന്ന് ഇടിച്ചു മാറ്റുകയായിരുന്നു. ആ ഇടിച്ചു മാറ്റിയത് ഏകദേശം ഒരു 50-60 അടി ഉയരത്തിൽ ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നലെ രാത്രി മുഴുവൻ മലപ്പുറത്ത് ശക്തമായ മഴയാണ്. ആ മഴയെ തുടർന്ന് തന്നെയാണ് ആ മല അല്പം ഇടിഞ്ഞ് താഴേക്ക് വീണു. അങ്ങനെയാണ് രാവിലെ നമ്മൾ എത്തുന്നത്. രാവിലെ തന്നെ ഗതാഗത നിയന്ത്രണമൊക്കെ അധികൃതർ നടത്തിയിരുന്നു ഈ സംസ്ഥാന പാതയിൽ. അവിടെ നിന്ന് ഞങ്ങൾ എത്തുമ്പോഴും ഈ മല ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിരവധി മരങ്ങളുണ്ട്, തെങ്ങ് ഉൾപ്പെടെ നിരവധി വലിയ മരങ്ങളൊക്കെ ഉള്ള ഒരു കുന്നിൻ ചെരിവാണ്. ആ കുന്നിൻ ചെരിവിലാണ് പരിപൂർണമായും അല്പം മുമ്പ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഞങ്ങളെല്ലാം നോക്കി നിൽക്കുകയാണ്. നമ്മളുടെ ക്യാമറ യൂണിറ്റ് ഉണ്ട്, മറ്റു മാധ്യമപ്രവർത്തകർ എല്ലാവരുമുണ്ട്. ആ സമയത്തായിരുന്നു ഈ മല ഒന്നിച്ച് വളരെ വേഗത്തിൽ താഴോട്ട് വന്ന് പതിക്കുന്നത്. നേരത്തെ തന്നെ ആ മലയ്ക്ക് മുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അധികൃതർ ആളുകളെ മാറ്റുകയും ചെയ്തത്. തുടർന്ന് അവിടെ നിന്നും പരിപൂർണമായും ആ മല താഴേക്ക് പതിക്കുമായിരുന്നു. ആ താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ളത്, ഈ റോഡിനപ്പുറത്തുള്ളത് കടലുണ്ടിപ്പുഴയാണ്. നമുക്കിപ്പോൾ കാണാം, കടലുണ്ടിപ്പുഴ കാണാം. ഈ കടലുണ്ടിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. വളരെ വലിയ തോതിലുള്ള വലിയ ശക്തമായ ഒഴുക്ക് കടലുണ്ടിപ്പുഴയിലുണ്ട്. അവിടെ പല വീടുകൾക്കും അടുത്തുവരെ ഈ പുഴയിലെ വെള്ളവും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ പാണക്കാടുള്ളത്. ഈ പുഴയ്ക്കും ഈ റോഡിനും തൊട്ടപ്പുറത്താണ് ഈ മല. ആ മലയാണ് പരിപൂർണമായും താഴേക്ക് ഇടിഞ്ഞ് വന്നിരിക്കുന്നത്. ഇതൊരു മനുഷ്യ നിർമ്മിതമായ ദുരന്തം തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മല
ഇത്രയും ഉയരത്തിൽ മണ്ണെടുത്ത് അവിടെ നിന്ന് മാറ്റിയത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ മണ്ണ് മാറ്റുന്നതിനും അല്ലെങ്കിൽ പാറകൾ മാറ്റുന്നതിനുള്ള അനുമതി കൊടുക്കുന്ന ജിയോളജി വകുപ്പാണ് എന്ന് പറഞ്ഞ് അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. അത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ കാരണം അധികൃതർ രാവിലെ മുതൽ തന്നെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിരവധി വാഹനങ്ങൾ ഏത് സമയത്തും കടന്നു പോകുന്ന ഒരു സംസ്ഥാന പാതയാണ്. ആ സംസ്ഥാന പാതയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. പാണക്കാട് കുടുംബങ്ങളുടെ വീട്, ഒപ്പം തന്നെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട് ഈ അപകടം നടന്നതിൻ്റെ 200 മീറ്റർ അപ്പുറത്താണ്. പി കെ കുഞ്ഞാലിക്കുട്ടി രാവിലെ ഇവിടെ വന്ന സ്ഥലം സന്ദർശിച്ചു പോയിരുന്നു. ഇത് അനുമതിയില്ലാതെ എന്നാണ് അദ്ദേഹം രാവിലെ വന്ന ഒരു പ്രാഥമിക വിവരം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞ് നഗരസഭയ്ക്ക് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കണമെങ്കിൽ അതിന് മറ്റ് രേഖകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് സാധാരണ കെട്ടിടത്തെ നിർമ്മാണത്തിന് അനുമതി കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ അവയെല്ലാം വിശദമായ പരിശോധന നടത്തുക തന്നെ വേണ്ടിവരും. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു അപകടമാണ്, അല്ലെങ്കിൽ ഒരു ദുരന്തമാണ് എന്നുള്ളതാണ്. അതാണ് പരിപൂർണമായി ഞങ്ങൾ ഉൾപ്പെടെ ആ മണ്ണ് അടിയിൽ പെടേണ്ടത് തന്നെയായിരുന്നു. ഒരു മാധ്യമം കൈരളിയുടെ ക്യാമറാമാൻ അതിന് മണ്ണിൽ പെട്ടു. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ അയാളുടെ ക്യാമറ ഉൾപ്പെടെയുള്ള യൂണിറ്റുകളെല്ലാം നാശമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നിൽക്കുമ്പോഴാണ് ഈ മണ്ണ് മൊത്തത്തിൽ ഇങ്ങോട്ട് കുത്തിയൊലിച്ച് മുകളിൽ നിന്നും താഴേക്ക് വലിയ ശബ്ദത്തോട് വരുന്നത്. അതിൽ മരങ്ങളുണ്ട്, പാറകളുണ്ട്, വലിയ പാറകൾ തന്നെ അതിനൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ആളുകളെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞതും ആളുകൾ ഇവിടെ വളരെ ശ്രദ്ധയോടെ വേണം അവിടെ നിൽക്കാൻ. റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഈ കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുക, മാധ്യമങ്ങൾ ജനങ്ങളെ അറിയിക്കുക നടക്കുന്ന സംഭവങ്ങൾ എന്നത് നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ്. പക്ഷെ അത് ചെയ്യുക തന്നെ വേണം. അത് നമ്മൾ ചെയ്യുന്നത് ഇത്തരം അപകടങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ അക്കാര്യത്തിൽ നല്ല ജാഗ്രതയോടെ ഇരിക്കണം എന്ന ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം അവിടെ നിൽക്കാൻ. നല്ല അകലം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നിടത്ത് നിന്ന് വേണം. നല്ല ജാഗ്രതയോടെ നിൽക്കണം. ഇങ്ങനെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയ ഭീതി ഉണ്ടാക്കുന്നതാണ്.